because the planetary risks we are facing are so large that business as usual may not help us. In fact, we are in a phase where transformative change is necessary, which opens the window for innovation, for new ideas and new paradigms in our personal and professional life. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ജോൺ സി മാഷാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, സ്റ്റേറ്റ്മെന്റ് അവിടെ നൽകിയിട്ടുണ്ട്. വേരുകൾ നഷ്ടപ്പെട്ട മരത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. അത്തരമൊരു വൃക്ഷമാണ് 50 തികഞ്ഞ ആധുനിക കേരളം. ഈ സ്ഥിതിവിശേഷത്തെ ചോദ്യം ചെയ്യാനോ മാറ്റിയെടുക്കാനോ ആരുമില്ലാത്ത സ്ഥിതി. എല്ലാവരും ഉറക്കം അല്ലെങ്കിൽ ഉറക്കം നടിക്കൽ. എല്ലാവരുടെയും വായ തുറന്നു തന്നെ, വല്ലതും വീണ് കിട്ടിയാലും. 2006 പ്രസാദം എന്ന മാഗസിനിൽ അദ്ദേഹം എഴുതിയ വാക്കുകളാണിത്. ഇറ്റ് ഹാസ് സോ മച്ച് റിലവൻസ് ഇൻ ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ്. ലാസ്റ്റിലത്തെ എല്ലാവരുടെയും വായ തുറന്നു തന്നെ, വല്ലതും വീണ് കിട്ടിയാലും. എല്ലാവരുടെയും ആർത്തി നമ്മൾ ദിവസവും പത്രമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ, ഇപ്പം നമ്മുടെ മലയാളികളുടെ പരിസ്ഥിതി ആചാര്യൻ എന്ന് തന്നെ പറയാനൊക്കാവുന്ന ജോൺ സി മാഷിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ആരംഭിക്കുകയാണ്. In order to organize awareness as well as action programs, the person who is organizing needs some energy, the why to organize such events. For that, we have to participate in training programs, Sahawasa camps, and lot many activities. The energy that we get from those activities can be poured into our students in a better way. In order to get the nuance of some conservation aspects, I attended a 3-day rain camp organized by Society for Environmental Education in Kerala at Madayipara 3 years back. TP പത്മനാഭൻ മാസ്റ്ററാണ് നടക്കിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം പരിചയമായിട്ടുള്ള വ്യക്തിത്വമാണ്. ധാരാളം കുട്ടികളും കോളേജ് അധ്യാപകരും സ്കൂൾ അധ്യാപകരും ഒക്കെ തന്നെ ഈ മാടായിപ്പാറയിലെ യുണീക്കായിട്ടുള്ള ഈ എക്കോസിസ്റ്റത്തിൽ ഒത്തുചേർന്നു. As part of the program, we could participate in some frog watch program in the late night. Then flower count was there. Then one more program was the butterfly survey. We participated in all these events with a lot of enthusiasm. ജാഫർ പാലോട്ട് സാറ് ഉണ്ടായിരുന്നു, വളരെ ബാലകൃഷ്ണൻ PC ബാലകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് നമ്മളെ മുമ്പോട്ട് നയിച്ചത്. എൻ്റെ സുഹൃത്ത് ബിജി എബ്രഹാം സാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ മഴയത്ത് ആ മഴ ക്യാമ്പിൽ മഴ നനഞ്ഞ് തന്നെ ക്യാമ്പ് എൻജോയ് ചെയ്തു. Okay, later I got an opportunity to attend the workshop organized by WWF. I don't know the exact year in which ശിവകുമാർ സാറിന് അറിയാം സാർ ഏത് വർഷമാണ് നടന്ന, 2018 സാർ, 16-18 സമയമാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. ഇറ്റ്സ് എ വർക്ക്ഷോപ്പ് ഓൺ നേച്ചർ ഇന്റർപ്രിട്ടേഷൻ, സ്കിൽ ഡെവലപ്മെന്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ടീച്ചേഴ്സ്. Here I got an opportunity to interact with many teachers from different parts of Kerala and many resource persons also. ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആ ഒരു 3 ദിവസം ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. ഒത്തിരി പുതിയ കാര്യങ്ങളും ഒരു പുതിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ കൺസർവേഷൻ്റെ കാര്യങ്ങൾ പഠിച്ചു. രഞ്ജൻ സാറും എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പലരും ചിലപ്പോൾ ഇതിനകത്ത് കണ്ടേക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫീൽഡ് പ്രോഗ്രാമുകൾ കണ്ട, ട്രക്കിംഗ് ഉണ്ടായിരുന്നു, ഫീൽഡ് പ്രോഗ്രാംസ് പലത് ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അതിനുശേഷം ലെറ്റർ ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു അറ്റൻഡ് ദ എക്കോ പ്രോഗ്രാം ഓർഗനൈസ്ഡ് ബൈ WWF. ഇതിൽ നിന്നൊക്കെ തന്നെ പുതിയ കാര്യങ്ങൾ ഒത്തിരി നമ്മൾ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Coming to a brief account on the awareness programs carried out by me at our college. നമ്മൾ സാധാരണഗതിയിൽ പലപ്പോഴായിട്ട് 2-3 സ്ലൈഡേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതിനകത്ത് പ്രഗത്ഭരായ പല റിസോഴ്സ് പേഴ്സൺസിനെയും നമ്മൾ പരിസ്ഥിതി രംഗത്തെ ആൾക്കാരെ നമ്മൾ കോളേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും പല പ്രോഗ്രാമുകൾ അവരുടെ വാക്കുകൾ ശ്രവിക്കാനുള്ള ഒരു അവസരം ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് പ്രൊഫസർ കുഞ്ഞികൃഷ്ണൻ സാർ, who was head of the Department of Zoology at University College, Tirunelveli.
he took a session on disaster management. Then he later interacted with the students and they cleared their doubts. Then as part of the World Wetland Day celebration in 2016, I think, we invited Minon, the young prodigy at that time, film actor. What all? എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടത് അതുപോലെ വിശദീകരണങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയേണ്ടി വരും. Minon, we inaugurated the function in a unique way that we collected, with the help of students, we collected water from all the 3 Ramsar sites of Kerala, and the inauguration was carried out in such a way that they poured in the water from all the 3 wetland Ramsar sites into one earthen vessel. Then a state level symposium on traditional ecological knowledge and sustainable environmental management was arranged for the students. It was inaugurated by Professor Rajendran sir. And we usually conduct programs, observe days of national and international importance. This was an അനുസ്മരണ പ്രോഗ്രാമാണിത്. നമ്മുടെ KK നീലകണ്ഠൻ, കേരളത്തിൻ്റെ കിളി അച്ഛൻ എന്നറിയപ്പെടുന്ന KK നീലകണ്ഠൻ മാഷിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇറ്റ്സ് എ കമ്മറേറ്റീവ് പ്രോഗ്രാം ഓൺ ശ്രീ KK നീലകണ്ഠൻ. ദെൻ നമ്മുടെ PN പണിക്കർ സാർ, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് വായനാ ദിനം ആചരിച്ചപ്പോൾ നമ്മൾ ധാരാളം പുസ്തകങ്ങൾ, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളുടെയും ജേർണലുകളുടെയും മാഗസിൻസിൻ്റെയും പ്രദർശനം നമ്മൾ കോളേജിൽ അറേഞ്ച് ചെയ്തു. കുട്ടികൾക്ക് അത് എല്ലാം ഒറ്റ കുടക്കീഴിൽ കാണാനുള്ളൊരു അവസരം നമുക്കവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. This awareness poster on the impact of plastic straws on environment, അത് കാണിക്കാനായിട്ട് നമ്മൾ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്ത അവയർനെസ് പോസ്റ്ററാണ്. ചെങ്ങന്നൂരിൻ്റെ പല ഭാഗത്തും ഒരു 8ഓളം ബേക്കറികൾ നൽകിയെങ്കിലും 2 ബേക്കറികൾ മാത്രം പോസിറ്റീവായിട്ട് ഒരു അപ്രോച്ച് അക്കാര്യത്തിൽ എടുത്തു. അവർ പ്ലാസ്റ്റിക് സ്ട്രോ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായിട്ട് കാണിച്ചു. ബാക്കിയുള്ളവർ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അനിഷ്ടം അറിയിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ പറയുന്നൊന്നും നടക്കത്തില്ല, പേപ്പർ സ്ട്രോയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്, നമുക്കതിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമാണ്. We are maintaining a butterfly garden at our college, and some informative posters are also, you can see, displayed on the walls of the butterfly garden. Students from different institutions, nearby institutions, usually visit our butterfly garden to learn more about butterflies and their life cycle and other important, and how to maintain a butterfly garden. All these tips, for getting the details, the information on all these tips, they usually visit our butterfly garden. On the side of the butterfly garden, we are maintaining a medicinal plant garden also with 98 plants, but the condition is very grim now because during the COVID time, നമുക്ക് ശ്രദ്ധിക്കാനായിട്ടൊത്തില്ല. അത് കാരണം പല നാശനം സംഭവിച്ചു. We lost around 60 to 70% of the plants during these days, and we are planning to rejuvenate the garden within 1 month. Then we usually take students to persons of who are very well versed in the field of ecology, and they are നമുക്കൊരു മാതൃകയായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന, നമ്മുടെ സമീപത്തുള്ള പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവരുടെ കൊണ്ടുപോകാറുണ്ട്. ദിസ് ഈസ് പ്രൊഫസർ D. തങ്കമണി, who got Indira Priyadarshini Vrikshamitra, I think Vrikshamitra award from central government way back in 2012, I think. She is maintaining a sacred grove-like setup in her close to her house in Kayangulam. Then we visited the grove created by Sri Dayal at Alapuzha. ഇതൊരു ചൊരി മണലിലാണ് ഇദ്ദേഹം ഇത്രയും വൃക്ഷങ്ങളുടെ ഒരു കൂട്ടം നിങ്ങൾക്ക് കാണാം, അതിനകത്താണ് നിൽക്കുന്നത്.
അപ്പോൾ കുട്ടികൾക്ക് അതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു അവസരം അവിടെ പോയി കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ആസ് പാർട്ട് ഓഫ് ദ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ സെലിബ്രേഷൻ വി ഓർഗനൈസ്ഡ് സം കോമ്പറ്റീഷൻസ് ഫോർ ദ സ്റ്റുഡൻസ്, ആൻഡ് students who won prizes in various competitions were taken to Shastangota Lake, and there they got an opportunity to interact with various NGOs who are actively participating in the protection of this particular lake. And we spent the whole day at Shastangota, and that was the praise given to these students as part of their success in various competitions. Coming to action programs. This is a unique program organized by us 3 years back. It was titled Breakfast with Birds on a Wetland. This was organized as part of World Wetlands Day celebration. ആൻഡ് ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ പിന്നെ നമ്മുടെ ഇലയിൽ ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞ് കൊണ്ടുവരിക. നമ്മൾ പക്ഷി നിരീക്ഷണത്തിന് ശേഷം ആ വരമ്പത്തിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നു. അത് രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് ആ പ്രോഗ്രാം തീരും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ദേ ക്യാൻ ഹാവ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ് സിറ്റിംഗ് ഓൺ ദ ബണ്ട്. ബണ്ടിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ആഹാരം കഴിക്കുകയും ചെയ്യാം. അതൊരു പുതിയ അനുഭവമായിരുന്നു. ഒപ്പം തന്നെ നമ്മൾ വെറ്റ്ലാൻഡ് എന്ന് എപ്പോഴും പറയും. ടു നോ ദ വെറ്റ്നെസ് ഓഫ് എ വെറ്റ്ലാൻഡ് യു ഹാവ് ടു വാക്ക് ത്രൂ ദ വെറ്റ്ലാൻഡ് ബെയർഫുട്ടായിട്ട് നടന്നാൽ, നഗ്നപാതരായിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് ആ വെറ്റ്ലാൻഡിൻ്റെ വെറ്റ്നെസ് മനസ്സിലാക്കാനായിട്ടൊക്കത്തുള്ളൂ. അവരെ കൊണ്ട് ചെരുപ്പിടാതെയാണ് കുറേ ദൂരം ആ ബണ്ടിലൂടെയും ആ വെറ്റ്ലാൻഡിലൂടെയും ഒക്കെ നടത്തിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബേർഡ് വാച്ചിങ് പ്രോഗ്രാമാണ്. ചെളിവെള്ളത്തിലും ഒക്കെ അവരെ ഇറക്കിയാണ് കൊണ്ടുപോയത്. അപ്പോൾ അവർ ആ വെറ്റ്നെസ് എന്താണ്, വെറ്റ്ലാൻഡ് ഫെബ്രുവരി മാസത്തിലെ ചൂടും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ സമയത്ത് ഈ വെറ്റ്ലാൻഡിനെ എന്തുകൊണ്ടാണ് കൺസർവ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അവർക്ക് ഒരു മനസ്സിലാക്കാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് അവർ ആ വെറ്റ്ലാൻഡിൽ നിന്ന് തന്നെ കഴിച്ചു. ആൻഡ് ഇറ്റ് വാസ് ആപ്റ്റ്ലി കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ബേർഡ്സ് ഓൺ എ വെറ്റ്ലാൻഡ്. This is a butterfly survey program organized at our campus with the help of members of Alappuzha Natural History Society. They could spot around 23 species of butterflies in the 2-day survey program. And this is the beginning of the last year's inauguration of the last year's Green Christmas program. Our principal and former principal planted a tree, and the program was started in such a fashion. And students നമ്മൾ നക്ഷത്രം ഉണ്ടാക്കാനായിട്ടും ഒപ്പം തന്നെ യൂസ്ഡ് ആയിട്ടുള്ള കാർഡ്സിനകത്തുനിന്നും മനോഹരമായിട്ട് പേപ്പറൊക്കെ വെട്ടിയെടുത്ത് ക്രിസ്മസ് കാർഡുകളും പഴയ ക്രിസ്മസ് കാർഡിനകത്തുനിന്ന് പുതിയ അതിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് പുതിയ കാർഡുകൾ, വെഡ്ഡിങ് കാർഡുകൾ ഉപയോഗിച്ചിട്ട് പുതിയ കാർഡുകൾ ഡിസൈൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല കോമ്പറ്റീഷനും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തി. കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് അതിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പത്രമാധ്യമങ്ങളിലും അത് നല്ല രീതിയിൽ അത് റിപ്പോർട്ട് വരികയും ചെയ്യും. ദെൻ in association with Junior Chamber International, in 2016 we organized a program at IHRD College, Adur. ഇവിടെ ഒരു വലിയ താന്നി മരം നിൽപ്പുണ്ട്. അടൂരെ ഏറ്റവും ഉയരമുള്ള ഒരു മരമാണ് ഈ ഒരു ക്യാമ്പസിൽ നിൽക്കുന്നത്. അപ്പം എർത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തത്. അപ്പം മണ്ണ്, മരം, മനുഷ്യൻ, ഈ 3 പേരെയും ആദരിക്കുന്ന ചടങ്ങായിട്ടാണ് നമ്മൾ അതിനകത്ത് ആ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. മരത്തിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ താന്നി മരത്തെ ആ സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും ആ മരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം അവരെ കൊണ്ട് ആ മരത്തെ ഒരു മാലയിട്ട് ആദരിച്ചു. ദെൻ മണ്ണിനെ ആദരിക്കാനായിട്ട് എല്ലാവരും ഒരു മണ്ണിനെ തൊട്ട് വണങ്ങുക എന്നുള്ള കൺസെപ്റ്റ്, മണ്ണിൻ്റെ ഒരു പ്രാധാന്യം ഒരു ശ്ലോകത്തിലൂടെ അത് പറഞ്ഞു കേൾപ്പിച്ചിട്ട് മണ്ണ് തൊട്ട് പ്രിൻസിപ്പൽ ഉൾപ്പെടെ ആ പ്രോഗ്രാമിനകത്ത് വളരെ സജീവമായിട്ട് പങ്കെടുത്തു. Then I think on the way to Pandalam from Adur, after the stop, that is High School Junction, you can see a wetland on the right side of the road, MC Road. അത് വളരെ ഭംഗിയായിട്ട് വർഷങ്ങളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഒരു അമ്മച്ചിയാണ്. അതുകൊണ്ട് മനുഷ്യനെ അങ്ങനെ ആദരിച്ചു. അപ്പം മണ്ണ്,
മരം, മനുഷ്യൻ, ഇത് മൂന്നും കൂടെ ആദരിക്കുന്ന രീതിയിൽ ആ കൺസെപ്റ്റ് ഓർഗനൈസ് ചെയ്തതിന് നാഷണൽ ലെവലിൽ JCIയുടെ ബെസ്റ്റ് എർത്ത് ഡേ പ്രോഗ്രാമായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ട നാഷണൽ ലെവലിൽ റെക്കഗ്നീഷൻ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ അടൂർ ചാപ്റ്ററിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ വെറ്റ്ലാൻഡിനകത്ത് ധാരാളം ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അത് EHRD കോളേജിലെ കുട്ടികളുടെ സഹായത്തോടെ ആ ബോട്ടിൽസ് മുഴുവനും ഞങ്ങൾ അതേ ദിവസം ക്ലീൻ ചെയ്തു. അങ്ങനെ ഒരു ഇതിലൂടെ എൻ്റെ കൂട്ടത്തിൽ നടത്തി. അതിനുശേഷം ലേറ്റർ വി ഓർഗനൈസ്ഡ് എ പ്രോഗ്രാം അറ്റ് ദ പ്രൊപ്പോസ്ഡ് ആറന്മുള എയർപോർട്ട് 2014 ഫെബ്രുവരി സമയത്താണ് ഇത് അറേഞ്ച് ചെയ്തത്. We got this Abraham Samuel sir. He is a retired professor from CMS College, Kottayam, and he is an expert in odonates. നമ്മുടെ തുമ്പികളുടെ expert ആണ്. He took a session in the morning, and in the afternoon we took the students to the field, and where we could see the different stages of life cycle of odonate, the damselflies and dragonflies. ഇപ്പം എൻവയോൺമെൻറ്റൽ സയൻസിൽ 2007 PhD എടുത്ത എനിക്ക് പോലും സാറ് പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും ഈ തുമ്പികളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അത് വളരെ ഒരു വലിയ അറിവായിരുന്നു ആ ഒരു ഒറ്റ ദിവസത്തെ സർവേ എന്ന് പറഞ്ഞത്. ലേറ്റർ ദ സ്റ്റുഡൻസ് അഡ്രസ്ഡ് ദ സത്യാഗ്രഹീസ് ഓഫ് ദിസ് proposed airport strip at Armula, and they explained their experience at the wetland and അവരുടെ പ്രയാസങ്ങൾ, അതായത് ഇനി ഒരു കാരണവശാലും ഇത് അനുവദിക്കരുത് എന്ന് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കാനും കുട്ടികൾക്ക് ഒരവസരം അവിടെ ലഭിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. Am I audible? Yes, Dr. Okay, thank you. Then this is a program organized at government UP school at Pudangara in Pathanamthitta district. നമ്മൾ അതിൻ്റെ സ്കൂളിന് തൊട്ട് താഴെ ഒരു തോട് ഒഴുകുന്നുണ്ട്. ആ തോടിൻ്റെ സൈഡിൽ ധാരാളം ഇപ്പോൾ തോട് ഇടിഞ്ഞു പോകുന്നൊരു പ്രശ്നമുണ്ട്. മുളയുടെ തൈകൾ നിരത്തി അവിടെ നടാനായിട്ട് കുട്ടികളുടെ സഹായത്തോടെ അതവിടെ ചെയ്തു. ആൻഡ് ഐ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു കളക്ട് ദ ഡ്രൈ ലീഫ് അറൗണ്ട് ദ സ്കൂൾ, ആൻഡ് അത് പൊതയിൽ പോലെ അതിന് ചുറ്റുവിട്ടു. വേനൽക്കാലമായിരുന്നു. ആൻഡ് നൗ ഇറ്റ് ഈസ് അറൗണ്ട് 2 meter length, 2 meter length, and they are maintaining it in a very good manner. The COVID time also, the nearby students are coming and maintaining these bamboos. Then during the COVID time, along with my friend Sri Mohan J. Nair, we took the initiative to prepare some sanitizers, and we prepared a corona kit to distribute for the government as well as public staff. This is the postal department staff of the postal department of Adur, HPO, police. And then students, നമ്മുടെ വീട്ടിലെല്ലാം തന്നെ ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള വേസ്റ്റ് തുണികൾ ഓരോരുത്തരുടെയും ഷെൽഫിനകത്ത് കാണും. അപ്പോൾ അതൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് നമ്മളൊരു പരിഹാരമായിട്ട് തയ്യൽ അറിയാവുന്ന കുട്ടികളെ കൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇത്തരം തുണികളെ ബാഗായിട്ട് വെച്ചതിന് ശേഷം കടകളിലും ഇത് അവരെ ഡിസൈൻ ചെയ്യാൻ കഴിവുള്ളവരെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ച് ചില കോഡ്സൊക്കെ എഴുതി അങ്ങനെ പല ഇടത്തായിട്ട് ഓഫീസേഴ്സിനും ഒക്കെ തന്നെ നമ്മൾ പലയിടത്ത് പോകുന്നതായിട്ട് അവർക്കത് കൊടുക്കുകയും അവരിലേക്ക് ആ മെസ്സേജ് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. Then we designed a bag for the teachers of Netaji Higher Secondary School, Pramadam, Pathanamthitta, and it can carry around 12 to 14 kilo weight cloth bag. Students also prepared some bags with the help of teachers. Then coming to the nature camps, പ്രകൃതി പഠനം വിനോദയാത്രയല്ല, വനയാത്ര സാഹസിക യാത്രയുമല്ല, അത് അറിവിനുള്ള സ്വയം മാറാനുള്ള ഒരു തീർത്ഥാടനമാണ്. ഇങ്ങനെയാണ് നമ്മൾ സൈലന്റ് വാലിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്തരം നേച്ചർ ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഒരു മാതൃകയായിട്ട് നമുക്ക് സ്വീകരിക്കേണ്ടത്. ആൻഡ് ടു എക്സ്പോസ് നമുക്ക് കുട്ടികൾക്ക് മാക്സിമം എക്സ്പോഷർ ഈ രീതിയിൽ കൊടുക്കാനായിട്ട് വി ക്യാൻ അറേഞ്ച് സോ മെനി നേച്ചർ ക്യാമ്പ്സ് വിച്ച് ആർ ഫ്രീലി കണ്ടക്ടഡ് ബൈ ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. We only need to reach there, and they will provide the stay and food and stay there at the particular campsite. ഇത് നെല്ലിയാമ്പതിയിൽ പോയപ്പോൾ കുട്ടികൾക്ക് കിട്ടിയൊരു അവസരം, ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്.
തേക്കടി ക്ലബിൻ്റെ ആയിട്ടുള്ള നടത്തിയ ക്യാമ്പാണ്. അതിൻ്റെ പിന്നെ ട്രക്കിങ്ങിൻ്റെ സമയത്ത് അവരുടെ എക്സ്പീരിയൻസുകളൊക്കെയാണ്. Then 2 weeks back we donated some bird nest to JCI Mannar town, and they installed the same in Melpadam, Vallankadavu and Viyapuram area near Haripad, Kayankulam. ഇത് നമ്മുടെ മഞ്ഞത്താലി കുരുവി ധാരാളമായിട്ട് ഒരു 10-20 എണ്ണത്തിനെ ഈ പറഞ്ഞ സ്പോട്ടിലും വള്ളംകടവ് ഭാഗത്തും ഈ 30-ലധികം എണ്ണത്തിന് നമ്മുടെ വിയപുരം മേലെപ്പാടം ഭാഗത്തും ഒക്കെ കണ്ടത്. അതിനകത്തെല്ലാം ഇപ്പം നമ്മുടെ ടെലിഫോൺ ഇലക്ട്രിക് പോസ്റ്റുകളിലെ ഷെയ്ഡുകളിലാണ് ഇവ ധാരാളമായിട്ട് മുട്ടയിട്ടുകൊണ്ടിരുന്നത്, അതിൻ്റെ ആ ഷെയ്ഡുകൾക്കകത്ത്. അപ്പോൾ ഇപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ടും അതിനകത്ത് ബ്രീഡിങ്ങിന് പ്രയാസമായിട്ട് വരുന്നത് കൊണ്ട് ഇത്തരം കൂടുകളുടെ ഒരു ആവശ്യകത മനസ്സിലാക്കി അവിടെ കൂട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ശ്രമം മേൽപ്പാടത്തും എല്ലാം നമ്മൾ ചെയ്തു. The JCI unit sponsored the nest, and it was installed with the help of, with the support of this members of Kottayam Nature Society and Alappuzha Natural History Society. Then coming to bird watching, this team is actually involved in the preparation of the first bird atlas of Alappuzha district, and they got tremendous experience in the atlas preparation, and you can see Mr. Hari Kumar and Jay Krishnan who led the team. Both are members of Alappuzha Natural History Society. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ആ ഒരു അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേർഡ് അറ്റ്ലസിൻ്റെ പ്രാധാന്യം എന്താണ്, സിറ്റിസൺ സയൻസിലൂടെ എങ്ങനെയാണ് ഈ ഇത്ര ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് ആ ഒരു എക്സ്പോഷറിലൂടെ അവർക്ക് കിട്ടുകയുണ്ടായി. Then Dr. Pradeep is from the Arachnology Department of SH College, Devara, and he took the initiative to take the students to the banks of Pamba, and this program was arranged as part of a spider survey on the banks of Pamba, River Pamba. You can see Mr. Sukumaran Nair sir also in that picture. Then Sri Manoj Vembayam is a member of the Travancore Natural History Society, came to our college, and he helped the students in identifying the different species of ants present in our campus. There are around 9 species of ants at Christian College and campus as on 2017 October. Then we arranged another interesting program called, it was called titled Green Football. ഈ ഗ്രീൻ ഫുട്ബോൾ നടത്തിയപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തൊട്ടേ എല്ലാ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. അതിൻ്റെ ടോസ് ഇട്ടത് ഒരു ഇലയും കൊണ്ടാണ് ടോസ് ഇട്ടത്. ഇട സമയത്ത് ആൾക്കാർക്ക് മോരും വെള്ളമാണ് കുടിക്കാനായിട്ട് നൽകിയത്. വിജയികൾക്ക് നമ്മൾ പലതരം തൈകൾ ആണ് നൽകിയത്. ആ തൈകൾ വിജയികൾ ആ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്ലാന്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഗ്രീൻ ഫുട്ബോൾ അറേഞ്ച് ചെയ്തത്. അപ്പം ഈ മരത്തിൽ നിന്നൊക്കെ പേരക്കയൊക്കെ ഇഷ്ടംപോലെ പറിച്ച് നമ്മുടെ കുട്ടികൾ ഇപ്പോഴും തിന്നുന്നുണ്ടെന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ മത്സരത്തിൽ ടീച്ചേഴ്സാണ് ജയിച്ചതെന്നും ടൈ ബ്രേക്കറിൽ കുട്ടികളെ തോൽപ്പിക്കാനും ഞങ്ങൾക്കായി എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. Punarnava, this program was organized as part of the rejuvenation of the river Varattar, but the situation is very grim now because of the crunch of fund. ഇപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഇപ്പം സാൻഡ് മൈനിങ്ങിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു എഞ്ചിനീയർ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. എന്തുമാത്രം I don't know what level of scientific studies have they undertaken to come into this decision എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്, അറിയില്ല. മതിലുകൾ, നമ്മുടെ കോളേജിൻ്റെ പുറത്തുള്ള മതിലുകളിൽ ആർട്ടിസ്റ്റിക് ടാലൻ്റുള്ള കുട്ടികളെ കൊണ്ട് വിവിധതരം പടങ്ങൾ വരയ്ക്കാനുള്ളൊരു വന്യജീവി വാരാഘോഷത്തിന് വൈൽഡ് ലൈഫ് വീക്ക് സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് വി ഓർഗനൈസ്ഡ് എ പ്രോഗ്രാം ഇൻ ദിസ് കണക്ഷൻ. Then Ranjan sir വന്നിരുന്നു. We observed the International Day of Forest celebration by honoring the mahogany trees in front of the college. അതൊരു വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമായിട്ടാണ് അന്ന്
എല്ലാവർക്കും തോന്നിയത്. പക്ഷേ എതിരഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ എൻ്റെ 2-3 കുട്ടികൾ ഈ പറഞ്ഞ പോലെ ചോദിച്ചത്, എന്തിനാണ് മരത്തിനെ ഒരു നിർവികാരമായിട്ടുള്ള ഈ മരത്തിനെ ഒരു പ്രോഗ്രാം നടത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയാണോ സാർ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ എൻ്റെ ചോദിച്ചു. ആൻഡ് ഞാൻ അവരുടെയൊക്കെ മറുപടി കൃത്യമായിട്ട് കൊടുത്തു. റെഫർ ചെയ്യാൻ 2-3 ബുക്കുകളുടെ പേര് മാത്രം കൊടുത്തു. ആൻഡ് they apologized me for their wrong words. അത് റോങ് കമൻസിനും അവർ എനിക്കോട് മാപ്പ് പറഞ്ഞു. അതായത് മാപ്പ് പറയുമ്പോൾ ആരും തോൽക്കുക ജയിക്കുക അങ്ങനെയൊന്നും ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് അത് മനസ്സിലായി. അവർ പറഞ്ഞതിൻ്റെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുകയുണ്ടായി. അപ്പം at that in that connection we organized a poster exhibition also with the support of WWF. Paper report was also there. Then in the COVID time, we organized a series of programs with the help of a WhatsApp group. It was named Green Touch. As part of the initiative, we organized different challenges on different days which are eco-friendly. ഇതിനകത്ത് നമ്മൾ ദിവസം 20 തൊട്ടി വെള്ളം നമ്മുടെ വിവിധ പിന്നെ ബാത്റൂമിലേക്കായിട്ടും അല്ലെ അടുക്കള ഭാഗത്തേക്കൊക്കെ ആയിട്ട് 20 തൊട്ടി വെള്ളം ആ ബാച്ചിലുള്ള 29 സ്റ്റുഡൻസാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അവർ പലപ്പോഴായിട്ട് അത് പല ദിവസങ്ങളിലായിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് വെച്ചൊരു ചലഞ്ച്. ഇതേപോലെ നിരവധി പ്രോഗ്രാമുകൾ എല്ലാം കൂടെ ഒരു 29 പ്രോഗ്രാമുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും കൂടെ പടം കാണിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഞാനങ്ങനെ വെള്ളം കോരി ഇനാഗുറേറ്റ് ചെയ്യുന്ന ഫോട്ടോ അവരുടെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തു. അവരും ബാക്കിയുള്ള ഒത്തിരിയും പേര് അതിനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഒരു പിന്നെ സത്യാഗ്രഹം ഇരിക്കുകയും അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങുകയൊക്കെ ചെയ്യാൻ കുറച്ച് പേരെ കണ്ടേ ഒക്കത്തുള്ളൂ. നമുക്ക് സൈലൻ്റായിട്ട് ഒരു ആനക്കയത്തിനെതിരെയോ ആതിരപ്പള്ളിക്കെതിരെയോ പ്രതികരിക്കാനായിട്ട് സാധിക്കും ഒരു 20 തൊട്ടി വെള്ളം ദിവസം കിണറ്റിൽ നിന്ന് കോരാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി നമുക്കൊരു അതിൻ്റെ യൂസേജ് കുറയ്ക്കാനൊക്കും വി വിൽ ഗെറ്റ് സം എക്സർസൈസ്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്കൂടെ ചിന്തിച്ചാൽ നമുക്കതിനെ ആ രീതിയിൽ കൺവെർട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് അത് മാത്രം പറയും. Then usually we like to download things from internet. പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാനും വേണം. നമ്മൾ ആരെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണല്ലോ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിരവധി അവയർനെസ് ബ്രോഷറുകളും ഒക്കെ തന്നെ ഡിജിറ്റൽ വേർഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫ്യൂ ടിപ്സ് ടു സെലിബ്രേറ്റ് ഗ്രീൻ ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു ഡബിൾ സൈഡഡ് ബ്രോഷർ പ്രിപ്പയർ ചെയ്യുകയും അത് പിന്നെ ചർച്ചുകളിലെല്ലാം തന്നെ വിതരണം ചെയ്യുകയും അതുവഴി വിശ്വാസികളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കാനുമായിട്ട് ആ സമയത്ത് സാധിച്ചിട്ടുണ്ട്. ലെറ്റർ ഊത്തപിടുത്തം, ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ദിസ് ഊത്തപിടുത്തം. ഈ മൺസൂൺ കാലവർഷത്തിൻ്റെ തുടക്ക സമയത്ത് ബ്രീഡിങ്ങിനായിട്ട് നമ്മുടെ ഫിഷസ് വെറ്റ്ലാൻഡ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ട്രാപ്സ് ദേ ക്യാച്ച് ദീസ് ഫിഷസ് ആൻഡ് അത് കറിയായിട്ടും വറക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കും. പക്ഷേ ഇത് ബ്രീഡിങ്ങിനാണ് ഇവ എത്തുന്നത്. വയറ് നിറയെ മുട്ടയുമായിട്ടാണ് എത്തുന്നത്. അപ്പം അതിനെ എങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ചെറിയ തോതിലുള്ള മാറ്റമേ ഉണ്ടാക്കാനായിട്ട് നമ്മളെ കൊണ്ട് ഒത്തിട്ടുള്ളൂ എന്നുള്ളത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ വരും വർഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സമൂല മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. These are the awareness posters in Malayalam prepared by Birds Club International. Then using the previous photo, I prepared a awareness poster, and it was prepared for the Directorate of Environment and Climate Change, Government of Kerala. കണ്ടിറങ്ങുമ്പോഴും കാട് ബാക്കിയുണ്ടാവട്ടെ, കാട്ടുതീ വിനാശകാരിയാണ്, അതിന് നമ്മൾ കാരണക്കാരാവാതിരിക്കുക എന്നുള്ളൊരു ഇതാണ്. അതിനുശേഷം ദിസ് ഫോട്ടോ വാസ് ടേക്കൺ ബൈ മൈ ഫ്രണ്ട് റിബീഷ് തോമസ്. ആൻഡ് അത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ സഹായത്തോടെ നമ്മൾ ഈ ചിറകുകൾക്ക് കാട് വിരിക്കാം, കാട്ടുതീ വിനാശകാരിയാണ് എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്തു. അതിനുശേഷം ഈ ഇമേജുകളുടെ സഹായത്തോടു കൂടി ഈ ഒരു ആശയം ഇത് നമ്മുടെ രഞ്ജൻ മാത്യു സാറിൻ്റെ രഞ്ജൻ സാറിൻ്റെ ഒരു സജഷൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ആദ്യം ഇത് മാത്രമാണ്, തൊട്ട് മുമ്പ് കാണിച്ചത് മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സ്ട്രെസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു മാറ്ററൂടെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചിന്ത വരികയും അങ്ങനെ രണ്ടാമത്തെ ലെവലിൽ ഇത്തരം സ്ലൈഡുകൾ രണ്ടെണ്ണം പ്രിപ്പയർ ചെയ്യുകയും ചെയ്തത്. Then coming to some special projects.
7:34. Okay. 10 to 15 minutes. I will wind up the session. Okay. Special projects. First, I begin with a project that is close to my heart. It is titled Mazhathuruthu or Rain Grew. It's a project of Birds Club International. And as part of this project, we usually create small grooves in public places and സ്കൂൾ ആൻഡ് കോളേജ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു 23 വർഷക്കാലത്തോളം വിദേശത്ത് താമസിച്ച ഒരു വ്യക്തി പന്തളത്തിനടുത്ത് കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൾ നമ്മുടെ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം എന്നെ വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ റബ്ബർ എസ്റ്റേറ്റ്, അതൊരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, അത് റബ്ബറാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള റിലേറ്റീവ്സ് എല്ലാം റബ്ബർ പ്ലാന്റ് ചെയ്ത് കാരണം ഹി വാസ് ഓൾസോ ഫോഴ്സ് ടു പ്ലാന്റ് റബ്ബർ ട്രീസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ പ്ലോട്ട്. അപ്പോൾ അത് പക്ഷേ മനസ്സുകൊണ്ട് ചെയ്തതല്ല എന്നുള്ളതിനാൽ അദ്ദേഹം പറഞ്ഞത് ആ ഒരു 10 സെൻറ്റ് സ്ഥലത്തിലെ റബ്ബർ ഞാൻ മാറ്റിത്തരാം, സാറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവിടെ ഒരു ചെറിയ ഫോറസ്റ്റ് പോലെ ഒന്നുണ്ടാക്കി തരാൻ ഒക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം പിന്നെ പ്രിൻസിപ്പലുമായിട്ട് സംസാരിച്ചു, കുട്ടികളോട് സംസാരിച്ചു, എല്ലാവരും ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചു. ആ വസ്തുവിൻ്റെ ഓണർഷിപ്പൊന്നും നമുക്കില്ല, പൂർണ്ണമായിട്ടും നമ്മളത് വെച്ച് കൊടുക്കുന്ന ആ ഒരു ഇടപെടിയിൽ മാത്രമേ അതിനകത്തുള്ളൂ എന്നുള്ള കാര്യം അവരോട് ഉറപ്പ് പറഞ്ഞു. അതിനുശേഷം on the very next day, he cleared the rubber trees, and with the help of JCB, we uprooted the rubber trees and dug some deep pits. Then we got plenty of rain during those days. It was in October 2019, and one medicinal plant expert who is residing at Adur provided the saplings. 33 medicinal plants and fruit plants were planted with the help of my students. ചാണകം തൊട്ടടുത്തുള്ള വീട്ടുകാർ തന്നു. നമ്മൾ ഈ പിന്നെ പൊടിയെല്ലാം ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് കുട്ടികളുടെ സഹായത്തോടെ അത് മൊത്തവും നമ്മളവിടെ നട്ടു. Students of nearby house also participated in the program. And this Birds Club International is an initiative of famous director Sri Jayaraj. He himself came for the inauguration, and Mr. Shaji, അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ഭാഗം ഞാൻ പറയുന്നത്, ഇദ്ദേഹം നാട്ടിലേക്ക് വരാൻ കാരണമായത് ഇദ്ദേഹത്തിന് റെക്ടൽ ക്യാൻസർ ആണെന്ന് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അത് സ്ഥിരീകരിച്ചു. അപ്പോൾ ആ ക്യാൻസർ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന 2017 അദ്ദേഹത്തിന് വെറും ഒരു 6 മാസത്തേക്ക് മാത്രമേ ജീവിതം മുൻപിലുള്ളൂ എന്ന് പറഞ്ഞ് RCSയിൽ നിന്ന് വിട്ട മനുഷ്യനാണ്. പക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും മനധൈര്യമുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഷാജി എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നെയും ഈ ഒരു ആഗ്രഹത്തിനായിട്ട് ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോഴെല്ലാം തന്നെ ഒട്ടും തന്നെ ആരോഗ്യാവസ്ഥ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ജയരാജ് സാർ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു ശ്രീ ഷാജിയുടെ ആ ഒരു ഇനിഷ്യേറ്റീവിനെ. പത്രമാധ്യമങ്ങളൊക്കെ തന്നെ വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരികയുണ്ടായി. മാതൃഭൂമിയുടെ ലേഖൻ നേരിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചെഴുതിയാണ് വലിയൊരു ആർട്ടിക്കിളായിട്ട് അത് ചെയ്തിരുന്നു. ഇത് with the help of the support provided by his friends, he could make some fence around this area. ഇവിടെ ആടുകൾ, തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആട്, പശു എന്നിവയെല്ലാം ഉള്ളത് കാരണം ധാരാളം തൈകൾ നമുക്ക് തുടക്കത്തിൽ നഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം അതെല്ലാം കാര്യമായിട്ടുണ്ട്. ഇപ്പം 44 സ്പീഷീസ് വിവിധ സസ്യങ്ങൾ ഈ ഒരു 10 സെൻറ്റ് സ്ഥലത്തിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുതെ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ഒരു ഫെൻസിങ് നടത്തിയത് ഒരു 2 മാസം മുൻപാണ്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലേക്ക് വരികയും അദ്ദേഹം പെട്ടെന്ന് വല്ലാതെ കൊളാപ്സ്ഡായി പോവുകയും 2 ആഴ്ച മുമ്പ് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്നോട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഷെയർ ചെയ്തത്, എൻ്റെ ശവസംസ്കാരം നടത്തുന്നത് ഈ ഒരു പ്ലോട്ടിലായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ അവരുടെ ബന്ധുക്കളോട് സംസാരിച്ചിട്ട് അത് തീരുമാനിക്കാൻ നമുക്ക് യാതൊരു എതിർപ്പും അതിനകത്തില്ല എന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞിരുന്നു.
അത് പ്രകാരം അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം I took permission from his wife to show these images today morning. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ അവിടുത്തെ ഒരു 3 ചെടികൾ ഞാൻ തലേദിവസം പോയി അത് മാറ്റി വേറൊരിടത്തേക്ക് പ്ലാന്റ് ചെയ്തു. അതിനുശേഷം അവിടെയാണ് ചിത്രീകരിക്കുന്നത്. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. മാർഹൂമിയുടെ അതേ ലേഖനം തന്നെ അതിനെക്കുറിച്ചൊരു വാർത്തയും തൊട്ടടുത്ത ദിവസം നൽകുകയുണ്ടായി. Then this is as part of a program titled Green Cycling. Lot of paper waste are generated in offices, especially in our Christian College office. Lot of paper waste are generated and അത് നമ്മൾ വെറുതെ തൂക്കി വിൽക്കുകയോ അല്ലെങ്കിൽ കളയുകയൊക്കെയാണ്, പലപ്പോഴും കത്തിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. And we collected the waste paper and transferred the same to Konni Ecotourism Center, where they are making files by mixing these paper waste with the elephant dung. ആനപ്പിണ്ടവും ഈ പേപ്പർ വേസ്റ്റൂടെ മിക്സ് ചെയ്ത് ഒരു ഫയലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ പ്രിൻസിപ്പളും എൻ്റെ കൂടെ തന്നെ വന്നു. അവിടെ നടക്കുന്ന വർക്കുകളെല്ലാം വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി. പേപ്പർ വേസ്റ്റ് നമ്മൾ നൽകി, തിരിച്ച് ഫയല് നമ്മൾ കോളേജിലേക്ക്, ക്രിസ്ത്യൻ കോളേജിൻ്റെ പേര് എഴുതിയ ഫയലുകൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് തന്നത് കോളേജിലേക്ക് കൊണ്ടുപോവുകയും നമ്മൾ ചെയ്തു. അപ്പോൾ അത് ഗ്രീൻ സൈക്ലിംഗ് എന്നാണ് ഈ ഒരു പ്രോജക്റ്റിന് നമ്മൾ പേര് ഇട്ടത്. And another one is a center for ecopreneurship that is functioning in our college. It was inaugurated by Sri Rajesh, Haritha Kerala Mission Alappuzha head office. Here we are making LED tubes with the help of researchers of physics department, and one sewing machine is there. Principal inaugurated the program. തയ്യൽ അറിയാവുന്ന കുട്ടികളെ കൊണ്ട് ഒഴിവ് സമയങ്ങളിൽ ഇത്തരം തുണി ബാഗുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കടകൾക്കായിട്ട് നൽകുന്നുണ്ട്. Then coming to another special project. This is also close to my heart because you can see Mr. Saji Jayamohan. He's a member of or secretary of Green Roots Nature Conservation Forum functioning at തോട്ടപ്പള്ളിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നു. ഇവർ കടലാമകളുടെ സംരക്ഷണത്തിനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് MSc കുട്ടികളെ കൊണ്ട് നമ്മളവിടെ ചെന്നു. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ അവിടുത്തെ വേസ്റ്റ്, ആമകൾക്കൊന്നും കയറി മുട്ടയിടാനൊക്കാത്ത രീതിയിലുള്ള വേസ്റ്റാണ് അവിടെ നദികളിലൂടെ ഒഴുകിയെത്തുന്നത്. ഇത് കുട്ടികൾ വേറൊരു ദിവസം അവിടെ ഒരു പ്രോജക്റ്റ് വർക്കുമായിട്ട് വന്ന് കുറച്ച് ക്ലീനിങ് പ്രോസസ്സ് അവർ നടത്തി. അപ്പോഴാണ് ഇഷ്ടം പോലെ മദ്യക്കുപ്പികളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കി. ഈ മദ്യക്കുപ്പികളിലെ പ്ലാന്റ് എ പ്രോഗ്രാം കോൾഡ് ഗ്ലാസ് ബോട്ടിൽ അപ്സൈക്ലിംഗ് ചലഞ്ച്. അതിനകത്തൂടെ ഈ ഗ്ലാസ് ബോട്ടിൽസിനെ എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റി ഇത് വേസ്റ്റ് റിമൂവ് ചെയ്യുകയാണ്. കുറേ ഭാഗത്തെ വേസ്റ്റ് കുട്ടികൾ റിമൂവ് ചെയ്യാനായിട്ടുള്ള ശ്രമം എൻ്റെ കൂട്ടത്തിൽ നടത്തി. ഇത് കുപ്പികൾ, ഇഷ്ടം പോലെ കുപ്പികളാണ്, നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാനൊക്കത്തില്ല. അതുപോലെ മദ്യക്കുപ്പികളാണ് ഇവിടെ വന്ന് അടിയുന്നത്. അപ്പം ഇത്തരം മദ്യക്കുപ്പികൾ നമ്മുടെ ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ പറക്കിയ മദ്യക്കുപ്പികളുടെ നമ്പറാണ് 780 അടുപ്പിച്ച് മദ്യക്കുപ്പികളാണ് അത്രയും നമ്മൾ പറക്കിയത്. And students cleaned the bottles with the help of hot water and disinfectants, and they started some artwork on that bottle. Later they gave some training to students who are interested in bottle work, and as a result we got some beautiful bottles from that waste discarded bottles. ഇത് നമ്മൾ പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്ക് അവർക്ക് വെൽക്കം ചെയ്യാൻ നേരത്തേക്ക് കൊടുക്കുന്ന രീതിയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കുകയും ചെയ്തു. This is another program called Pachakili Kootam. This was organized while I was the president of JCI Adur Town in 2016. ഇതിനകത്ത് നമ്മളെ ഫോക്ക് ടോയ്സ്, നാടൻ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കളരി, അതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. അപ്പം ബൈ ഗിവിംഗ് ട്രെയിനിങ് ടു സ്റ്റുഡൻസ് റിഗാർഡിംഗ് ദ മേക്കിംഗ് ഓഫ് ഫോക്ക് ടോയ്സ് we can draw their attention to the biodiversity around us. നമ്മുടെ ചുറ്റുമുള്ള ബയോഡൈവേഴ്സിറ്റിയെ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കും. ഓലക്കാൽ എന്താണ്, വെള്ളക്ക എന്താണ്, തോക്കാരി എന്താണ്, ഇതെല്ലാം ഈർക്കിൽ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് അവർക്ക് പ്ലാവിലെ തൊപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഓലപ്പീപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഓമത്തണ്ട് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗം ഉണ്ടാക്കാനൊക്കും, ഇതെല്ലാം അതിനകത്ത് പഠിച്ചു. എൻ്റെ പേരൻസും പലരും അതിനകത്ത് ആക്റ്റീവായിട്ട്, ടീച്ചേഴ്സും എൻ്റെ സ്റ്റുഡൻസും ഒക്കെ തന്നെ ആക്റ്റീവായിട്ട് അതിനകത്ത് പങ്കെടുത്തു.
62 സ്റ്റുഡൻസ് അതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു. ആൻഡ് ഇറ്റ് വാസ് എ ബിഗ് സക്സസ്. Then coming to the last part of my presentation, നമ്മൾ വളരെ പ്രയാസം പിടിച്ച ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ സയൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വി ക്യാൻ അച്ചീവ് എ പ്രോസ്പെറസ് ഫ്യൂച്ചർ വിത്തിൻ ദ സേഫ് ഓപ്പറേറ്റിംഗ് സ്പേസ് ഇഫ് വി മൂവ് സൈമൾട്ടേനിയസ്ലി കൊളാബറേറ്റിംഗ് ഓൺ എ ഗ്ലോബൽ ലെവൽ ഫ്രം ലോക്കൽ ടു ഗ്ലോബൽ സ്കെയിൽ in transformative options which build resilience on a finite planet. To finish, I would like to welcome the 17,400th baby born since the beginning of this presentation. I would say it is a stark reality. Thank you so much for your patient listening, and we covered around 150 slides during this time. This is my contact email address and contact phone number. Thank you so much for your patient listening. Thank you. Thank you, Dr. Abhilash. You have covered a vast area. At the same time, you have kept up with time also. That is so nice. Participants. ഓഡിയോ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പക്ഷെ എന്തോ സംതിങ് റോങ്. Gopika's. Yeah, unmuted. It was from Gopika's mobile. Anyway, thank you, Dr. Abhilash. It was a very nice presentation. As I said, you have kept up the time also. It's nice to hear all the green initiatives taken by you personally as well as from your colleagues. Now I invite all the participants. If you have any doubts, you can unmute yourself and ask your questions. Questions ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഇതെല്ലാം ഒരു ടീം വർക്കാണ്. ഇപ്പൊ പറഞ്ഞ അവാർഡുകളൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയതാണെങ്കിലും ഇതെല്ലാം ഒരു ടീം വർക്കാണ്. അപ്പൊ എൻ്റെ വിദ്യാർത്ഥികളിൽ ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇതൊക്കെ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാനൊക്കത്തുള്ളൂ നമ്മൾ പറയുന്ന പോലെ നല്ല ചുവര് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ മാനേജ്മെന്റ്, അധ്യാപകർ എല്ലാവരും കൂടെ തരുന്നത് കൊണ്ട് ചുവരെഴുതും. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഒരു ശക്തി എൻ്റെ ഫാമിലിയാണ്. അവരുടെ ഒരു സപ്പോർട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് വെച്ചാൽ അവരുടെ ക്വാളിറ്റി ടൈമാണ് ഞാൻ എടുത്തിട്ട് ഇത്തരം പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ചിലവാക്കുന്നത്. അപ്പം ദ സപ്പോർട്ട് ഫ്രം ഫാമിലി അതാണ് അറ്റ്മോസ്റ്റ് ആയിട്ട് ഞാൻ കരുതുന്നത്. പിന്നെ സഹപ്രവർത്തകരുടെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ടിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു. Today morning also I took a session on green inspiration to the SPC students of Pathanamthitta district. അപ്പോൾ ഗ്രീൻ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രീൻ ഇൻസ്പിറേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ തന്നെ ഇതിനകത്ത് കുറച്ച് സ്ലൈഡുകൾ ഇതിനകത്ത് ഞാൻ കാണിക്കുക. ഒപ്പം തന്നെ അവർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന ഒത്തിരിയും ഇപ്പം ജോൺസി മാഷിനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കോളേജ് വിദ്യാർത്ഥികൾക്ക് അറിയാമെന്നുള്ളത് നമ്മുടെ ഒരു മുമ്പിലുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും പല സെഷനിലൊക്കെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അറിയാവുന്നൊരു എണ്ണം വളരെ കുറവാണ്. അപ്പം അങ്ങനെ ശിവപ്രസാദ് മാഷിൻ്റെ കാര്യമായാലും ഇവരെയൊക്കെ ഓർക്കണം. നമ്മളൊന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും അവരുടെ ഒന്നും അയലത്തെത്തത്തില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ദിവസവും 60 കിലോമീറ്റർ 30 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്യുന്ന വ്യക്തിയാണിത്. ഞാൻ എൻ്റെ കാറിൽ ഡീസൽ കാറിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ എൻ്റെ അടൂരിൽ നിന്നായാലും തിരിച്ച് കോളേജിൽ നിന്നോട്ടാണെങ്കിലും എൻ്റെ കാറിൽ വിദ്യാർത്ഥികൾ പലപ്പോഴും കാണും. അപ്പോൾ ഞാൻ തന്നല്ല പലപ്പോഴും യാത്ര ചെയ്യുന്നത്. പക്ഷേ അത്രയും പരിസ്ഥിതി ദ്രോഹം ചെയ്യുന്ന ഞാൻ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി പോലും അതിനോട് പോലും ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് നമ്മുടെ അസീസ് സാർ സാക്കോണിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം ഷെയർ ചെയ്തിരുന്ന കാര്യമാണ്. 80 കിലോ വെയിറ്റുള്ള എന്നെ ക്യാരി ചെയ്യാനായിട്ട് 1800 കിലോ ഉള്ള ഒരു ഹോണ്ടയുടെ കാറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്തരം ഒരു ദ്രോഹം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന് ഞാൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന
നമ്മുടെ കാർബൺ ഫുട് പ്രിൻറ്റ്സ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെ ഹാൻഡ് പ്രിൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ എക്കോളജിക്കൽ ഹാൻഡ് പ്രിൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ അത്തരം എക്കോളജിക്കൽ ഹാൻഡ് പ്രിൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൂട്ടാനേ ഒക്കത്തുള്ളൂ. അതൊന്നും ദ്രോഹത്തിന് മേളിൽ അതിനെ മാസ്ക് ചെയ്യത്തക്ക രീതിയിലോട്ട് ആകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ കമൻസും കേൾക്കാം, നമുക്ക് നോക്കാം. അഭിലാഷ്, പറഞ്ഞു. ഇലക്ട്രിക് കാർസ് ഒക്കെ അവൈലബിൾ ആയി വരുവാണ്. അപ്പം കാർ മാറ്റി ഇലക്ട്രിക് കാറിന്റെ കാര്യം പറയുമ്പോഴും ഇലക്ട്രിക്കിന്റെ പിന്നെ പരിസ്ഥിതി ഇതിനെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പലതും വായിക്കുന്നു. അതും ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്തിലെ ബാറ്ററികളുടെ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ പല വാർത്തകളും വരുന്നുണ്ട്. കുറെ കൂടെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. തീർച്ചയായിട്ടും. നല്ല ക്ലാസ് ആയിരുന്നു. അവസാനമാണ് സന്തോഷം. രാവിലെ ശ്രീ രാഹുല് ഇപ്പം ഇടുക്കി DF അല്ലയോ രാഹുൽ? ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡനായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ കൊളീഗ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ട്രെയിനിങ് ഒക്കെ സ്റ്റേറ്റ് ഫോറസ്റ്റ് സർവീസ് കോളേജ് കോയമ്പത്തൂരിൽ ചെയ്തത്. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആവാം. So Abhilash sir, thank you for that wonderful talk. വളരെ ഭംഗിയായിട്ട് കവർ ചെയ്തു. നമ്മള് ഈ ഒരു വോളണ്ടിയർ ടോക്കിനകത്ത് അഭിലാഷ് സാറിനെ ഇൻവൈറ്റ് ചെയ്തതിന്റെ കാരണം തന്നെ നമ്മളെ ടോക്കിന്റെ ടൈറ്റിലും കൊടുത്തത് ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് ഇൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് എന്നുള്ളത് വളരെ നല്ല ഒരു മാതൃക നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് സാർ. ഇപ്പം ഈ ടോക്കിനകത്തൂടെയും നിങ്ങൾ കണ്ടു, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ടോ ഒക്കെ നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ മറ്റുള്ളവരെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് വിനിയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു നല്ലൊരു മാതൃകയാണ് സാറ്. അതുപോലെ തന്നെ ആ ഒരു പോസിബിൾ നെറ്റ്വർക്കിംഗ്, ഒരു സാറ് ചെങ്ങന്നൂർ, ഇപ്പം എറണാകുളമോ ട്രിവാൻഡ്രോ എന്നും പറയുന്ന പോലത്തെ ഒരു വലിയൊരു ടൗൺ അല്ല ചെങ്ങന്നൂർ. പക്ഷെ ആ ചെങ്ങന്നൂർ ടൗണിൽ ആയിട്ട് പോലും ചെങ്ങന്നൂർ മുനിസിപ്പൽ കോർപ്പറേഷനുമായിട്ടും JC ആയിട്ടും ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ, WWF, അങ്ങനെ അനേകരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്ത് പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട്, ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ചുറ്റുപാടും സമൂഹത്തിലുള്ള പല തട്ടിലുള്ള ആൾക്കാരിലേക്ക്, കോളേജ് വിദ്യാർത്ഥികളായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, സ്കൂൾ കുട്ടികളായിക്കോട്ടെ, ആരുടെയും റെലവെന്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സുമായിട്ട് നമ്മള് കഴിഞ്ഞ 45 മിനിറ്റ് ഒരു വലിയ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയുണ്ടായി. എനിക്കും ഒത്തിരി ചില കാര്യങ്ങളെങ്കിലും വളരെ പുതുമ ഉള്ള നോവൽ ഐഡിയാസ് ആയിട്ട് കിട്ടുവാനായിട്ട് ഇടയുണ്ടായി. അപ്പം ആ ഒരു രീതിയിൽ ഒത്തിരി പേർക്ക് ഒരു ഇൻസ്പിറേഷനും ഒരു മാതൃകയുമായി മാറട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് അഭിലാഷ് സാറിനെ തന്നെ ഇൻവൈറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഉദ്യമത്തില് നമ്മൾ വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഐ റിയലി ബെനിഫിറ്റഡ് ഫ്രം ദ ടോക്ക്. സോ അഭിലാഷ് സാർ, താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ് വണ്ടർഫുൾ പ്രസന്റേഷൻ. അതും എനിക്കറിയാം, ഇത് എന്താ 150 സ്ലൈഡ് എന്ന് പറഞ്ഞാൽ 1500 സ്ലൈഡ് വേണമെങ്കിലും സാറിന്റെ ചെയ്യാനായിട്ടുള്ള കണ്ടന്റ് കാണും. This was maybe like tip of the iceberg, but that itself was very informative. So thank you for that wonderful effort, sir. Thank you. WWF provided a suitable platform for me to present my little bit of works. That I appreciate, because of a lot of volunteers will get in the coming days also. I think a lot of volunteers will get opportunity to share their activities, various level of activities. I think നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെക്കാളും കുറച്ചുകൂടെ നന്നായിട്ടും ഇന്നോവേറ്റീവായിട്ടും കാലത്തിനനുസരിച്ച് നമ്മുടെ ലൊക്കാലിറ്റിക്ക് ബെനിഫിഷ്യലായിട്ട് വരുന്ന രീതിയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിയണം. കൂടുതൽ വായന, നെറ്റ്വർക്കിംഗ്, ഇത് രണ്ടിലൂടെയാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ സാറിന്റെ അടുത്ത് ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് പലതവണ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വന്നിട്ടുള്ളതുകൊണ്ടും പ്രിൻസിപ്പലിനെയും അവിടെ അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ സാറിന് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ അല്ല എന്നുള്ളൊരു പക്ഷത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഒരു കോളേജ് അധ്യാപകനോ ആ ഒരു കോളേജ് അഡ്മിനിസ്ട്രേഷനെയും കൂടെ കോൺഫിഡൻസിൽ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള സാറിന്റെ ഒരു അനുഭവത്തിൽ വളരെ ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്കൊന്ന് പലർക്കും ബെനിഫിഷ്യൽ ആയിരുന്നു.
സാർ ഇപ്പം നമ്മൾ ഈ സാർ പറഞ്ഞ പോലെ മാനേജ്മെന്റ് സപ്പോർട്ട്, ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും സുവർണ്ണകാലം എന്നൊക്കെ ഇതുവരെയുള്ള ആക്ടിവിറ്റീസിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് ഫോർമർ മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ വൈഫ് സുധ ടീച്ചർ, ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അച്ചാമ്മ അലക്സ് ടീച്ചർ പ്രിൻസിപ്പളായിട്ടിരുന്ന സമയത്താണ്. അതിന് മുൻപ് എന്നെ അപ്പോയിന്റ് ചെയ്ത ജേക്കബ് ജോർജ് എന്ന് പറഞ്ഞ ഫിസിക്സിലെ അധ്യാപകൻ, അദ്ദേഹവും പരിസ്ഥിതി കാര്യങ്ങളിൽ വളരെ തൽപരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണ് ഭൂമിത്രസം എന്നുള്ളൊരു ക്ലബ്ബ് നമുക്ക് കോളേജിൽ സാങ്ഷനായി കിട്ടിയതും അതിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ അതിനകത്തൊരു യുണീക്കാണ്, അത് വർത്താണ് എന്നൊരു ബോധം അവരിൽ ഉണ്ടാക്കാനായിട്ടും ഗവേണിംഗ് കൗൺസിലിലെ മെമ്പേഴ്സിനും ഒക്കെ തന്നെ അത് പലരും പേഴ്സണലായിട്ട് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും കാണുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നന്മ മനസ്സിലാക്കാനായിട്ട് ഉള്ളവർ തീർച്ചയായിട്ടും ഏത് ബോഡിക്കകത്തും കാണും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രോഗ്രാമുകളെ പ്ലാൻ ചെയ്യണം, അത് സക്സസ്ഫുൾ ആക്കി എടുക്കാനായിട്ട് ഇച്ചിരി എഫർട്ട് എടുത്താലേ ഒക്കത്തുള്ളൂ. അത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. ഇത്തരം ഇനി അഥവാ പ്രതികൂല സാഹചര്യമാണെങ്കിൽ കൂടി തന്നെ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അടുപ്പിക്കാനായിട്ട് ചെയ്ത് വൺ ഡേ സീൻ മേ ചേഞ്ച്. അപ്പോൾ അന്നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുക, ആ സമയത്ത് കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യുക, ആ രീതിയിൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഒക്കുന്നത്. അപ്പോൾ സാർ ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്കിംഗ് വളരെ പ്രധാനപ്പെട്ട. നമുക്കൊരു റിസോഴ്സ് പേഴ്സണെ കിട്ടണം എന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ഒരു മുൻ പരിചയമോ ഏതെങ്കിലും ഒരു ലിങ്ക് ഉണ്ടെങ്കിലേ അദ്ദേഹം വരത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ക്രിസ്ത്യൻ കോളേജ് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വരത്തില്ല. അപ്പോൾ അതിന് എൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ബന്ധങ്ങളും ഒപ്പം തന്നെ അതിന് ശേഷം ഓരോ മേഖലയിലും ഉള്ളവരുമായിട്ട് പരിചയപ്പെടാൻ ഒരു താല്പര്യം കാണിക്കുന്നതും ഒക്കെ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുന്നതിനായിട്ട് പ്രയാസം ഉണ്ടാവാതെ വന്നിട്ടുണ്ട്. അഭിലാഷ് നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ എൻ്റെ പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് നോക്കുമ്പോൾ ഒത്തിരി എനിക്ക് അറിയാവുന്ന ടീച്ചർമാരുണ്ട്. ഇതുപോലെ കോളേജുകളിൽ കോളേജുകളിലും സ്കൂളുകളിലും എൻവയോൺമെന്റ് എഡ്യൂക്കേഷന് നേതൃത്വം കൊടുക്കുന്ന ഒത്തിരി ടീച്ചർമാരെ ഞാൻ ഈ ലിസ്റ്റിൽ നിന്ന് കാണുന്നുണ്ട്, പാർട്ടിസിപ്പൻസ് ലിസ്റ്റിനകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയായിരുന്നു ഇപ്പോ സാറ് പറഞ്ഞ ആ എക്സ്പീരിയൻസ്. കാരണം കുറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി നോവൽ ഐഡിയാസ്, അതുപോലെ കൊളാബറേഷൻസ് മറ്റുള്ള ഓർഗനൈസേഷൻസുമായിട്ട് എങ്ങനെ ചെയ്യുന്നുണ്ട്, എങ്ങനെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. അനുകരിക്കാവുന്ന അല്ലെങ്കിൽ പോലും അതൊരു ഈവൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തില്ലെങ്കിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പ്രോഗ്രാംസ്, നല്ല കുറെ എക്സാമ്പിൾസ് ആണ് സാറ് എന്നത്തെ സജസ്റ്റ് ചെയ്തത്. ഞാൻ ടൈം റെസ്ട്രിക്ഷൻ പറഞ്ഞിരുന്നെങ്കിലും ആ ടൈം റെസ്ട്രിക്ഷനകത്ത് നിന്നുകൊണ്ട് വളരെ നന്നായിട്ട് സാറ് ചെയ്തു. കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ടീച്ചർമാർക്ക് ഒന്നും ചോദിക്കാനില്ല. ഇതേപോലെ തന്നെ ചുവരുണ്ട് ചിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന പലരെയും ഞാൻ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കോ ഒക്കെ ഒത്തിരി സാറിന് ഐഡിയാസ് കിട്ടാനുണ്ടാവും. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. വളരെ നല്ല ഇൻഫോർമേറ്റീവ് ടോക്കായിരുന്നു. തുടക്കം തന്നെ നമ്മുടെ ജോൺ സി മാഷിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ശൈലികളും അത് വളരെ ടച്ചിങ് ആയി. അതുപോലെ ഷാജി എന്ന് പറയുന്ന ആളുടെ ഒരു താല്പര്യം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുള്ള താല്പര്യം, അതുപോലെ എന്താ പറയുക, ഹൃദയത്തിന് തട്ടിയ ഒരു സംഭവമായിരുന്നു. പിന്നെ സാറിന്റെ പല പ്രോഗ്രാമുകളിലും എന്താ പറയുക, നോവൽ ഐഡിയാസ് ഉള്ളതായിരുന്നു. അപ്പോൾ സാറിന്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ. വളരെ സന്തോഷം സാർ, വളരെ സന്തോഷം.
അഭിലാഷ് സർ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ? ഉണ്ട് സാറേ. ഇപ്പം നമ്മൾ കുറേ കുപ്പികൾ അവിടെ നമ്മൾ എടുത്ത കാര്യം പറഞ്ഞ സാർ, ഇത് നമ്മൾ അടുത്ത ലെവലിൽ ഇത് ഒരു മാർക്കറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. വെച്ചാൽ ഇപ്പം ഫണ്ടുകളൊക്കെ ഒരു ക്രൈസിസ് ഉണ്ട്. പല ഏജൻസികളിൽ നിന്നും നമുക്ക് ഫണ്ട് കിട്ടുന്നതിനകത്ത് ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഈ ഒരു കോവിഡ് ടൈമിൽ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റേസ് ഫണ്ട്. അപ്പോൾ അതിന് അത്തരം കുപ്പികളെ ഇച്ചിരി യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു രീതിയിൽ മാർക്കറ്റ്, വെറും കുപ്പി അല്ലെങ്കിൽ ആഡംബര അലങ്കാര കുപ്പിയായിട്ട് മാറ്റുമ്പോഴത്തേക്ക് അതിനൊരു സാധാരണ എല്ലാവരും ഒക്കെ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ചെയ്തതാണ്. കോവിഡ് ടൈം ആയതുകൊണ്ട് കൃത്യമായിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒത്തില്ല. പക്ഷെ ഇനി അടുത്ത ലെവലിൽ അത് എന്തെങ്കിലും ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് അതിനകത്ത് കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ പ്രവർത്തനങ്ങളോട് അടുത്ത് മനസ്സിലാക്കുന്ന ആൾക്കാരുടെ സഹായത്തോടെ അത് വിൽപ്പന നടത്തി റേസ് ചെയ്യുന്ന ഫണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു തീരുമാനം. ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ഒരു മാസത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് അതാണ് സാർ. അതിനകത്ത് അതൊരു ഞങ്ങൾക്കൊരു വലിയൊരു എനർജിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്റെ വൈഫും ശിവകുമാറും എല്ലാം ഞങ്ങള് ഇവിടെ തിരുവനന്തപുരത്ത് ഈ വേളിയിൽ പൊഴി മുറിയുന്നിടത്ത് പോയി പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു ക്ലീനപ്പ് നടത്തിയായിരുന്നു. അതിലുപരി നമ്മള് തിരുവനന്തപുരത്തിന്റെ ബേർഡിംഗ് ഹോട്ട്സ്പോട്ട് ആയിരിക്കുന്ന പുഞ്ചക്കരിയില് 2 ബില്ല് വെച്ചിട്ടുണ്ട്, വലിയ കുപ്പിയുടെ ഷേപ്പിൽ തന്നെ. അവിടെ എല്ലാം ഈ വൈകിട്ട് യുവാക്കന്മാർ വന്ന് ഈ മദ്യപിച്ചിട്ട് കുപ്പി കായലിലേക്ക് വലിച്ചെറിയുകയാണ്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഞങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. ഇപ്പോഴും ഓഫീസിന്റെ സൈഡിൽ ഒരു 4 ചാക്ക് കുപ്പികൾ നിറച്ചു വെച്ചിട്ടുണ്ട്, ഇതേപോലുള്ള കുപ്പി. അപ്പം നമുക്കൊന്ന് കൂട്ടായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ, സാറിന്റെ ഒരു ഐഡിയ കൂടെ നമുക്കൊരു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലേ അത് ഇവിടെയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആണ് സാറേ. ഇപ്പൊ തന്നെ 1-2 കാര്യങ്ങൾ മനസ്സിലുണ്ട് സാറേ. അതൊന്ന് മെറ്റീരിയലൈസ് ചെയ്യാൻ ഏത് വഴി കൂടെ ഒക്കുന്ന എന്നുള്ള ഭാഗം കൂടെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നമുക്കിത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചായിട്ട് നല്ലതായിരിക്കും. ശിവകുമാർ ഓർത്തോണേ. ഞങ്ങൾ ഇത്രയും കുപ്പി പറയ്ക്കുന്നുള്ള വിവരം അറിഞ്ഞിട്ട് നമ്മുടെ ആർക്കിടെക്ചറൽ വിങ് RIT രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ കോട്ടയം പാമ്പാടിയുള്ള അവിടുന്ന് അവരൊരു ചെറിയ ടിപ്പർ ലോറിയൊക്കെ വിളിച്ച് വന്നിട്ട് ബാക്കി കുപ്പികൾ മുഴുവനും അവർ പറക്കിക്കൊണ്ടുപോയി. അവർക്കൊരു ഇൻസ്റ്റലേഷൻ പോലെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ ഈ ചെയ്ത പേപ്പറിനകത്ത് വാർത്ത ആയപ്പോഴത്തേക്ക് അവിടുത്തെ HOD വിളിച്ചിട്ടാണ്. അപ്പൊ ഞാൻ വഴിയെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം റെഡിയാക്കി അവർ വണ്ടിയും വിളിച്ച് എല്ലാം വന്ന് 10-18 കുട്ടികൾ വന്നിട്ട് എല്ലാം കൂടെ വാരി പറക്കി കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഒരു വഴിക്കൂടെ ഒക്കെ നീക്കി കൊടുക്കാം നമ്മളാൽ ഒക്കുന്നത്. അതൊക്കെ നമുക്ക് കേരളത്തിലെ മദ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ അകത്താക്കുന്നതുകൊണ്ട് ഈ പൊഴി മുറിയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വേണമെങ്കിലും ഞങ്ങൾ അന്തം വിട്ടുപോയി. അത് കണ്ടിട്ട് സാഹചര്യം കണ്ടിട്ട് പെറുക്കിയാലും തീരുന്നില്ല. അതല്ല എനിക്ക് ഇത് നമുക്ക് എന്റെ ജീവിതത്തിൽ ഇത്രയും അത്ഭുതം, ഒരു കുപ്പി കണ്ടിട്ട് അത്ഭുതം ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു കുപ്പി അല്ല, എണ്ണിയാ തീരത്തില്ല അതുപോലെ കുപ്പികൾ. അത് വളരെ രസകരമായിട്ടുള്ള ഡിസൈൻ. നമ്മൾ വലിയ വർക്കൊന്നും വേണ്ട, ചുമ്മാ 2 പെയിന്റ് അടിച്ചാൽ തന്നെ കുപ്പി ഇപ്പൊ ആകർഷകമായ ഷേപ്പ് ഒക്കെ ഉള്ള കുപ്പികളൊക്കെ ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇക്കാര്യത്തിൽ ഈ കുപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം. എന്റെ വീടൊരു കോസ്ഫോർഡ് ചെയ്ത വീടാണ്. അപ്പോ കോസ്ഫോർഡുകാരുടെ ഒരു നോവൽ ഐഡിയ ആണ് ഈ കുപ്പി വെച്ചിട്ട് ഡിസൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ പച്ച നിറത്തിലുള്ള കുപ്പിയില്ലേ, ചപ്പിയിട്ട്, അപ്പോ അതിനെ കുറെ എണ്ണം കിട്ടുമെങ്കിൽ അവരതിന് സ്റ്റാർ പോലെ വെച്ചിട്ട് അത് കുറെ ഓരോ വീടിന്റെ ഒരു വെയിൽ, എസ്പെഷ്യലി വെയിലടിക്കുന്ന ഭാഗത്തേക്ക് അത് വെച്ച് ചെയ്യാറുണ്ട്. അപ്പോ അങ്ങനെ കോസ്ഫോർഡുകാർക്കും ഒക്കെ നമ്മളങ്ങനെ ശരിക്കും കുറച്ചുകൂടെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള സാധനം, സാർ നേരത്തെ കാണിച്ച പോലെയുള്ള സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്കും അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി നമ്മുടെ എന്താണ് ഇപ്പോ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അവിടെ നോർമൽ സെയിൽസ് മേള തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് സെല് ചെയ്യാൻ പറ്റും. ഈവൻ ടീച്ചേഴ്സിന് തന്നെ, നമ്മുടെ കോളേജ് ടീച്ചേഴ്സിന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നെടുത്തിട്ട് അതിന്റെ പൈസ തരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇതിനെ പറ്റി നമുക്ക് ആലോചിക്കാം, വളരെ കാര്യമായിട്ട് ആലോചിക്കാം. നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഇതേപോലെ എനിക്ക് തോന്നുന്ന ഈ കുപ്പികളെ ഒരു മെമന്റോ ആയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഫേസ്ബുക്കിലൊക്കെ ഈ നിങ്ങളൊരു സംഘടന അതൊന്ന് പ്രൊജക്ട് ചെയ്തിട്ട് ഇതൊരു $3 അല്ലെങ്കിൽ
എത്ര റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് അത് ആ ഒരു രീതി ഒന്ന് ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്റർനാഷണലി അത് ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു സംഭവമായിരിക്കും. അപ്പൊ അങ്ങനെ അത് ഈ ഒരു കോഴ്സ് അതിനകത്ത് ഒരു വ്യത്യാസം എന്ത് കൊണ്ടുവരാനൊക്കെ എന്നുള്ളതാണ് ഞാനത് ആലോചിക്കുന്നത്. അപ്പൊ അതായത് ഈ ഒരു കുപ്പി ഡിസൈൻ ചെയ്തത് ഓൺലൈനായിട്ട് ഇത്ര രൂപ, 2 എടുത്ത ഇത്ര, അങ്ങനെ അപ്പൊ നമ്മുടെ ആ ഒരു പരിപാടിക്കൊരു ഇതും കിട്ടും. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ രാഹുൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓൺലൈൻ വേർഷനിലേക്ക് നമുക്ക് പോകാമെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഹെൽപ്പ് അതിനകത്ത് നമുക്ക് കിട്ടും. ഇന്റർനാഷണലി ഒരു ഇത് ചിലപ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടെന്ന് എല്ലാവരും അറിയുകയും ചെയ്യും. തീർച്ചയായിട്ടും ഫേസ്ബുക്കിലൊക്കെ ചിലപ്പോൾ അവര് റിഡക്ഷൻ തരും ഈ അഡ്വർടൈസ്മെന്റ്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. Shumar, വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ maybe we can wind up. Time is okay, നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സെന്തിൽ പ്ലീസ്. ചേട്ടാ എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കാൻ പറയോ? പ്ലീസ് എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാമോ ഒരു സ്നാപ്പ് എടുക്കാനായിട്ട്? രാഹുൽ സർ പ്ലീസ്. നീരജ. ആരെങ്കിലും ബാക്കിയുണ്ടോ? അനു? അല്ല ചേട്ടാ ഒരു പേജേ ഉള്ളൂ. അല്ല കുറച്ചും കൂടെ ആൾക്കാർ വന്നു. ഓക്കെ, ഒരെണ്ണം കൂടെ. ഓക്കെ, സ്മൈൽ. Thank you. Okay, thank you. So, Sandil, wind it up. So thank you on behalf of WWF and all the participants. I would like to thank Dr. Abhilash, Professor Abhilash, for the nice collection of all the green initiatives that you have taken as you and your team. Wishing you all the best, and thank you on behalf of all of us from here. Good night. Thank you. Good night. Thank you. Good night. Thank you, Senthil, for that. Okay, good night. Thank you, Abhilash sir. Okay. Bye. Thank you. Okay. Okay, thank you.